ബൈ ബൈ ഇന്ന് ഉച്ചയ്ക്ക് ചോറിനൊരു ഇംഗ്ലീഷുകാരൻ ചെങ്ങായി കൂടെ കൂട്ടിയാലോ? യെസ്, കമോൺ ഗൈസ്. ഇവനാണ് അവൻ, കെയിൽ. ക്യാബേജിന്റെ കുടുംബത്തിൽപ്പെട്ടതാണ് ഇവനും. ഇവനെ നമുക്കിങ്ങനെ കുനുകുന കുനുകുനാന്ന് അരിഞ്ഞെടുക്കാം. അത്രയ്ക്കൊന്നും ആർപ്പാടം വേണ്ട, അങ്ങ് അരിഞ്ഞെടുക്കാം. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ അമ്മയമ്മേ, നിങ്ങൾ ആ സൈഡിലോട്ട് മാറിയിരുന്നരിഞ്ഞോ. ഞാൻ അപ്പോഴേക്ക് ഈ സാധന സാമഗ്രികളൊന്ന് ഒതുക്കിയെടുത്തോണ്ട് വരാമേ. ഒന്ന് മിക്സിയിലിട്ട് കിർ കിർ മതി, അത്ര തന്നെ ധാരാളം കേട്ടോ. എന്നിട്ട് നമ്മൾ പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് പിന്നെ കടുവറ സവാള ഒന്ന് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അരപ്പിടാവേ. അതുവരെ ജസ്റ്റ് ഒന്ന് നല്ല വൃത്തിക്കിനെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് ആ സവാളയിലേക്ക് ചേർക്കാനുള്ളത് അരച്ച് വെച്ചിരിക്കുന്നത്, അതായത് ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പ് ചേർത്ത് അതിന്റെ പച്ചച്ചവയൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ഇനിയാണ് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ബ്രസീക്ക ഉളറീഷ്യ, അരിഞ്ഞിരിക്കേണ്ട നമ്മുടെ കെയിൽ തന്നെയാണ്. നമുക്ക് അങ്ങനെ അവനെ അങ്ങോട്ട് ഇട്ട് ഇളക്കി കുറച്ച് ഉപ്പിടുക, ആവശ്യത്തിന് മാത്രം ഉപ്പിടുക. കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ എൻ്റെ കറി പനലായി പോയെന്നൊന്നും എന്നോട് പറയല്ലേ. അങ്ങനെ നമുക്ക് ആ സാധനം നമുക്കിങ്ങനെ തട്ടിപ്പൊത്തി വെക്കാം. എന്നിട്ട് ഒരു അടപ്പെടുത്ത് നമുക്ക് അടച്ചു വെക്കാമേ. ഓക്കെ, അപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേനും നമ്മുടെ സാധനം ദാണ്ട് ഇങ്ങനെ ഇരിക്കും. കേലിയുട്ടന്മാർ എന്ത് രസമാണ് കാണാൻ, നോക്കിക്കേ. പച്ച, മഞ്ഞ, ചുവപ്പ്, ആഹാ സൂപ്പർ. അങ്ങനെ നമ്മൾ അടിപൊളിയായ നമ്മുടെ കേൽ തോരൻ നമുക്ക് റെഡിയായി കഴിഞ്ഞു. ഇങ്ങനെയാണ് അവസാനം നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരു മുരിങ്ങയില തോരനൊക്കെ പോലെ ഇരിക്കും. പക്ഷെ അടിപൊളി സാധനമാണ്. വിറ്റാമിൻ ഇയും പിന്നെ സിയും കാൽസ്യം ആന്റി ഓക്സിഡൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ എല്ലാരും ട്രൈ ചെയ്യണേ. എന്നിട്ട് ഈ സാധനം എങ്ങനെ ഉണ്ടെന്ന് എനിക്ക് കമന്റ് ആയിട്ട് നിങ്ങളൊന്ന് പറഞ്ഞു തരണം കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.